നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വണ്ടി എന്റെ സ്വന്തമായത് അറിഞ്ഞിട്ടും അമ്മയ്ക്കും മാവനും എന്താ ഒരു സന്തോഷമില്ലാത്തത്? അച്ഛൻ കാശ് ഒന്ന് സഹായിച്ചോണ്ടാണോ? ആനന്ദമാഷ് നിന്നെ മനസ്സറിഞ്ഞ് സഹായിച്ചൊന്നും അല്ലല്ലോ വിനയ. നീ കടം ചോദിക്കാൻ പോയതല്ലേ? ഞാൻ ദാസങ്ങളോട് വാങ്ങിച്ചു തരാനല്ലേ അമ്മ പറഞ്ഞത്. അപ്പോ അച്ഛന്റെ അക്കൗണ്ടിലുള്ള പണം എനിക്ക് തരണമെങ്കിൽ അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹം മനസ്സറിഞ്ഞ് തന്നതായിരിക്കില്ലേ? ഞാനത് എത്രയും വേഗം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം അത് സമ്മതിച്ചില്ല. വിനയൻ അത് കയ്യിൽ വെച്ചോളൂ, എനിക്കിപ്പോ അത് വെച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ എന്നാ പറഞ്ഞത്. എന്നാലും അത് വേണ്ടായിരുന്നു വിനയ. അതിലും നല്ലത് നീ വണ്ടിക്ക് ലോൺ ഇടുന്നതായിരുന്നു. അതാകുമ്പോ മാസാമാസം EMI അടയ്ക്കണമെന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ടാകുമായിരുന്നു. അതെ, ഇനിയിപ്പോ മാഷ് കാശ് തിരിച്ചു ചോദിക്കില്ല എന്നുള്ള ധൈര്യത്തില് നീ ഇനി ഈ ടാക്സി ആയിട്ട് ഓടാനൊന്നും പോകുന്നില്ല. എന്റെ അമ്മയെ, ഞാൻ അത്ര കുഴപ്പനാണെന്നാണോ അമ്മ പറയുന്നത്? വണ്ടിക്ക് ടാക്സി പെർമിറ്റ് ഉണ്ടെങ്കിലേ പാസഞ്ചറെ കയറ്റി ഓടാൻ പറ്റൂ. അത് കിട്ടിയ ഉടനെ വിനയൻ ഓട്ടം പോയി തുടങ്ങും. അതുപോരെ? നീ ഓടിയാ നിനക്ക് കൊള്ളാം വിനയ. എന്നിട്ട് ആ കാശ് കൂട്ടി വെച്ച് നീ മാഷിന്റെ കാശ് തിരിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് അതേ വേണ്ടു. നീ വാലതിയെ. നിന്റെ ജോലി കഴിഞ്ഞെങ്കിൽ നീയും വാ, നമുക്ക് വലുതും കഴിക്കാം. അമ്മ പോയിക്കോ, ഞാൻ വരാം. മാഷ് 2 ലക്ഷം രൂപ അവന് ഫ്രീ ആയിട്ട് കൊടുത്തതാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ലതികെ? അവൻ മാഷിന്റെ മരുമകനല്ലേ ഏട്ടാ. വിനയന്റെ മാറ്റത്തിൽ ഒരു മതിപ്പൊക്കെ തോന്നിയിട്ട് മാഷ് കൊടുത്താണെങ്കിലോ? എന്തോ എനിക്കത്ര വിശ്വാസം പോരാ. ഒന്നാമത് ഈ കാർ ഒരു പൊങ്ങച്ചത്തിനുള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. വിനയന് പഴയതുപോലെ ഒരു ഷോപ്പ് തുടങ്ങാൻ മാഷ് സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഇതിപ്പോ ശരിക്കും എന്തായി ഇതിന്റെ പിന്നിലെന്നൊന്ന് അന്വേഷിക്കേണ്ടി വരും. ദേവം വരുന്നുണ്ട്. പിന്നെ ഞാൻ നാളെ ചിലപ്പോ ഒന്ന് പഞ്ചരത്നത്തിന് പോകും. വണ്ടിയുടെ പഴയ ഓണറുടെ വീട് ആ റൂട്ടിലാ. ഫുൾ ക്യാഷ് കൊടുത്ത സ്ഥിതിക്ക് സ്പെയർ കീയും വണ്ടിയുടെ ബോഡി കവറൊക്കെ അദ്ദേഹം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ ചീരുവിനെയും മോനെയും കൂടി ഒന്ന് കയറി കാണാന്ന് വിചാരിക്കുവാ. എന്താ? ഞങ്ങൾ എന്ത് പറയാനാ വിനയ, നീ പോയി കണ്ടിട്ട് വാ, അല്ലേ ഏട്ടാ? അതെ, നിന്റെ വണ്ടി പഞ്ചരക്തത്തിലുള്ളവരെ കാണിക്കാൻ നീ പോകുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്തായാലും വണ്ടിയുള്ള സ്ഥിതിക്ക് നിനക്ക് എപ്പോ വേണമെങ്കിലും എവിടെയും പോവാം. പക്ഷെ ഒരു കാര്യം മാത്രം ഓർത്താ മതി. എന്താണ്? പച്ചവെള്ളം ഒഴിച്ചാ വണ്ടി ഓടത്തില്ല. അതിനെ ഡീസൽ തന്നെ വേണം. അയ്യോ, പുതിയ അറിവാണല്ലോ. വെറുതെ പ്രാകാനായിട്ട്. അതിനുള്ള വരുമാനം നീ ഉണ്ടാക്കണമെന്നാ മാമൻ പറഞ്ഞ. അതൊക്കെ എനിക്കറിയാമേ. ഞാൻ എന്താ അത്രക്ക് ബുദ്ധിയില്ലാത്തവനോ? ഞാൻ ആഹാരം എടുത്തു വെക്കാം, നീ ഇരിക്കും. ഏട്ടാ, ഞാൻ വന്നോളാം, നീ എടുത്തു വയ്ക്കേ. മോന് ഉറങ്ങി ചേച്ചി? അവൻ നല്ല ഉറക്കം. എന്താ നീ എവിടെ നീങ്ങി പോന്നെ? ഞാൻ ഫുഡും കൊണ്ട് അങ്ങോട്ട് വരായിരുന്നല്ലോ. ഇന്നേ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. എത്ര ദിവസമായി മുറിയിലിരുന്ന് കഴിക്കുന്നു. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അല്ല, രഘുവേട്ടൻ കഴിച്ചോതേ? ഇല്ല, രഘുവേട്ടൻ ഫോൺ വന്നപ്പോ പുറത്തേക്ക് പോയതാ. എന്നെ നോക്കണ്ട, ഞാൻ അതൊന്നും ഇപ്പൊ മൈൻഡ് ചെയ്യാറില്ല. ശരി എന്നാ, ഞാൻ പറഞ്ഞോളാം. ശരി, ആയിക്കോട്ടെ സൂരി, നീ വെച്ചോ. ശബരി വിളിച്ചേ? ദേടെ കാര്യം അവൻ വീട്ടിൽ സംസാരിച്ചു. എങ്കി നാളെ എല്ലാവരും ജാഥയായിട്ട് ഇങ്ങോട്ട് വരുമല്ലോ എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. അല്ലാതെ
ശബരി അവന്റെ വീട്ടിൽ എല്ലാവരോടും ഈ കാര്യം സംസാരിച്ചിട്ടില്ല. അച്ഛനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹാ എങ്കി പിന്നെ തീർന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് വരെ ശബരിയേട്ടൻ അച്ഛനിപ്പൊ തീരുമാനിച്ചു കാണും. രഹസ്യമായിട്ട് എല്ലാം ചെയ്യാന്ന് കരുതിയിട്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യും? നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ശബരിയുടെ അച്ഛനും നിന്റെ അച്ഛനും ഒക്കെ പ്രായമുള്ളവരാണെങ്കിലും മക്കളോടും കുടുംബത്തോടും സ്നേഹമുള്ളവരാ. മക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാ. ശബരി കാര്യങ്ങളൊക്കെ അവന്റെ അച്ഛനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് ദേക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെന്നാ. ദേ ഇവിടുന്ന് നിന്നോട് ചൂടായിട്ട് അവൻ ഇറങ്ങുമ്പോഴേ നന്നായിട്ട് ആലോചിച്ചിട്ട് ഇത് വീട്ടിൽ അവതരിപ്പിക്കാമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു.